ഒരു ദൃക്സാക്ഷിയായ യാത്രക്കാരൻ ശ്രീ മണികണ്ഠൻ തളിക്കുളം, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മണികണ്ഠൻ, താങ്കൾക്ക് കേൾക്കാമോ? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? താങ്കൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങള് അപകടം നടക്കുന്നതല്ല കണ്ടത്. അതായത് ഞങ്ങള് ഒരു ചായ കുടിക്കാൻ നിൽക്കുന്ന നിലവിളി ശബ്ദം കേട്ട ഒരു സ്ത്രീയുടെ. ആ ഹലോ, കേൾക്കുന്നുണ്ട്, പറയൂ. അങ്ങനെ നിലവിളി ശബ്ദം കേട്ട് ഞങ്ങൾ ചെല്ലുമ്പോ ഈ വേസ്റ്റ് ടാങ്കിന്റെ ഒന്നുകിൽ പിറ്റില്ലേ, നമ്മുടെ ഒരു ജംഗ്ഷൻ പോലെ ഉപയോഗിക്കുന്ന ഒരു പിറ്റ് പോലത്തെ ഒരു സാധനത്തിന് കുട്ടിയെ എടുത്തിട്ട് പുറത്ത് കെട്ടിരിക്കുകയായിരുന്നു. അല്ല, ഒന്നുകൂടി വിശദമാക്കാവോ? ഇത് ഏത് ഭാഗത്താണ്? വിമാനത്താവളത്തിന്റെ ഏത് ഭാഗത്തായിരുന്നു ഈ മാലിന്യക്കുഴി? അതായത് നമ്മുടെ ഡൊമസ്റ്റിക് ടെർമിനലിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അന്നാസാറ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഓ, ആ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലുള്ള ഒരു മാലിന്യക്കുഴി, ഒരു ടാങ്കാണത്. ഈ റെസ്റ്റോറന്റിന്റെ മുന്നിലുള്ള മാലിന്യക്കുഴിയാണ് വിമാനത്താവളത്തിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ളത് അല്ലേ? വിമാനത്താവളത്തിന്റെ പുറത്തല്ല, വിമാനത്താവളത്തിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഇല്ലേ, നമ്മുടെ പാർക്കിംഗ് ഏരിയയുടെ ഒക്കെ ഉള്ളിലായിട്ട് ഒരു അന്നാസാറ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറന്റ് ഉണ്ട്. വിമാനത്താവളത്തിന്റെ ഉൾഭാഗത്ത് തന്നെയാണത്. ഓ, അത് ഈ മാലിന്യക്കുഴി സാധാരണ അവിടെ ഒരു മാലിന്യക്കുഴിയൊക്കെ സ്ലാബൊക്കെ ഇട്ട് മൂടിയാണല്ലോ വെക്കാറുള്ളത്. ഇത് അങ്ങനെയല്ല, ഇത് തുറന്നു കിടന്നതാണോ? തുറന്നു കിടക്കായിരുന്നു. ഓ, അത് ശരി. അതിൽ ഒരു കുട്ടി വീണിട്ട് അറിഞ്ഞില്ല, കുറെ സമയം ആ കുട്ടിയെ തെരഞ്ഞു നടക്കുകയൊക്കെ ചെയ്തു എന്നാണ് വരുന്ന വിവരം. അതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ആ ശബ്ദം കേട്ട് ചെന്ന് നോക്കിയപ്പോ കുട്ടിയെ പുറത്തെടുത്ത് കെടുത്തിട്ട് പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത്. അത് തീർച്ചയായിട്ടും അവരുടെ അശ്രദ്ധ തന്നെയാണ്. ഇതാണ് ആ അപകടമുണ്ടായ കുഴി. ഇതാണ് അത്. ഇപ്പോൾ ഈ മണികണ്ഠൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആ സ്ഥലത്തേക്ക് ഓടിയെത്തിയ ആളാണ്. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. ഇത് വിമാനത്താവളത്തിൽ ആഭ്യന്തര ടെർമിനലിൽ നിന്നിറങ്ങി അവിടെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലുള്ള ഒരു മാലിന്യക്കുഴിയാണ്. ഈ കുഴിയിലാണ് ആ കുട്ടി വീണത്. അവിടെ അതിന് മൂടി ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഒരു അശ്രദ്ധ തന്നെയാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. എന്തായാലും 3 വയസ്സുകാരന് ദാരുണാന്ത്യം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത്. മണികണ്ഠൻ, കേൾക്കാമെങ്കിൽ ഈ കുട്ടിയെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റിയിരുന്നു, പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെയാണ് കരുതേണ്ടത് അല്ലേ? പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു ടാക്സിക്കാരൻ വരികയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുട്ടിയെ എടുത്തിട്ട് ആശുപത്രി പോവുകയും ചെയ്തു. അദ്ദേഹം പ്രഥമ ശുശ്രൂഷയൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ആ നേരത്തൊന്നും ആ കുട്ടിക്ക് അനക്കം ഉണ്ടായിരുന്നില്ല. ഓ, ആ കുഴിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ ഏതാണ്ട് അബോധാവസ്ഥയിലായിരുന്നു അല്ലേ? അതെ. ഇതാണ് ജീവൻ നഷ്ടമായ ആ കുഞ്ഞിൻ്റെ ചിത്രം. ഇതാണ്. രാജസ്ഥാൻ സ്വദേശിയാണ്. റിധാൻ ജജു എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. 3 വയസ്സുകാരൻ. അത് ഇന്ന് ഉച്ചയ്ക്ക് 12:20 ഈ അപകടം ഉണ്ടായത് എന്ന വിവരം വരുന്നുണ്ട്. എയർപോർട്ട് വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ടെർമിനലിന് സമീപമുള്ള അന്നാസാറെ കഫയുടെ സമീപം മൂടാതെ കിടന്ന ഏതാണ്ട് ഒരു 2.5 മീറ്റർ വിസ്തീർണവും 4.5 അടി താഴ്ചയുമുള്ള മലിനജലം കെട്ടി നിൽക്കുന്ന കുഴിയിലാണ് വീണത്. ഈ കുഴിയുടെ മൂടി ഉണ്ടായിരുന്നില്ല. ആ കുഴിക്ക് മൂടി ഉണ്ടായിരുന്നില്ല. ആ കുഴിയിൽ ഈ കുഞ്ഞ് വീണ വിവരം ആരും അറിഞ്ഞില്ല. ഈ 2 കാര്യങ്ങളുണ്ട് അവിടെ. അതിൻ്റെ ആ കുഴിയുടെ മുകളിൽ ചെരുപ്പുകൾ കിടന്നപ്പോൾ മാത്രമാണ് അതിലാണ് കുഞ്ഞ് അകപ്പെട്ടത് എന്നറിഞ്ഞത്. അത്രയും സമയം ആ കുഞ്ഞിനെ തിരഞ്ഞ് അവരെല്ലാവരും ആ ഭാഗത്തൊക്കെ ഓടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ അപകടത്തിൽ പെട്ടു എന്ന ആ ഘട്ടത്തിൽ ആരും വിചാരിച്ചിരുന്നില്ല. ആ കുഴിയുടെ മുകളിൽ ചെരുപ്പുകൾ കണ്ടപ്പോഴാണ് അതിൽ അകപ്പെട്ടു എന്നറിഞ്ഞത്. കുഞ്ഞിനെ പുറത്തെടുത്തു. അബോധാവസ്ഥയിലായിരുന്നു പുറത്തെടുത്തത്. പ്രഥമ ശുശ്രൂഷ നൽകാനൊക്കെ ശ്രമിച്ചു. വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ കുരുന്ന് രാജസ്ഥാൻ സ്വദേശി ആണ്. റിധാൻ ജജു എന്നാണ് അതിൻ്റെ പേര്. 3 വയസ്സ് മാത്രമേ ഉള്ളൂ. അതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആ കുട്ടിക്കാണ് ദാരുണാന്ത്യം ഉണ്ടായത്. വിഷ്ണു ഒരിക്കൽ കൂടി തുടരുന്നു. വിഷ്ണു, ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ടെർമിനലിന് പുറത്ത് ഈ പറയുന്ന അന്നാസാറ എന്ന് പറയുന്ന കഫയുടെ മുന്നിൽ അതിന് മൂടി ഉണ്ടായിരുന്നില്ല. ആ മാലിന്യ കുഴിക്ക് അതിലാണ് കുട്ടി അകപ്പെട്ടത് എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ദൃക്സാക്ഷി അതിനുശേഷം ആ സമയത്ത് അവിടേക്ക് ഓടിയെത്തിയ ഒരാളാണ്. അദ്ദേഹവും അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.